30,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് തരണം. എല്ലാ ജില്ലകളിലും പേര് വന്നിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ശരിക്കും സന്തോഷിക്കാം. കാരണം ഞാനല്ല ആവശ്യപ്പെട്ടത്, അത് എല്ലാവരും അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. പാലക്കാട് എന്ന് പറയുന്ന ഒരു നിയോജക മണ്ഡലമുണ്ടെന്നും ആ നിയോജക മണ്ഡലത്തില് 2ാം സ്ഥാനത്ത് 2 പേര് വന്നു. അതിലൊരാള് ശോഭയാണ് എന്ന് കണ്ടുപിടിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട ഹോം മിനിസ്റ്റർ അമിത്ഷാജിയാണ്. അപ്പൊ അമിത്ഷാജി പറഞ്ഞു, പെട്ടിയും കിടക്കൊക്കെ പാക്ക് ചെയ്തോളൂ. സുരേന്ദ്രനെ എന്നെയും വിളിച്ചു മുറിയിലേക്ക്. ഞങ്ങൾ 2ആളും പോയി. ആദ്യം സുരേന്ദ്രനെ അകത്തിരുത്തി. തിരിച്ചു വന്നപ്പോ ആളോട് ഞാൻ ചോദിച്ചു, എന്താ പറഞ്ഞത്? അപ്പൊ ആള് പറഞ്ഞു, തിരുവനന്തപുരത്തുനിന്ന് സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. എവിടേക്ക്? വെറും 89 വോട്ടിനെ പരാജയപ്പെട്ട മഞ്ചേശ്വരത്തേക്ക്. അപ്പൊ ആള് പറഞ്ഞാൽ പിന്നെ അതിന് മറുവാക്കില്ല. കാരണം രാഷ്ട്രീയത്തിലെ ചാണക്യനാണ്. അതുപോലെ അടുത്ത ഊഴം എനിക്കായിരുന്നു. അപ്പൊ എന്നെ വിളിച്ചു. അപ്പോ അതിനു മുൻപ് ഞാനൊരു കലണ്ടർ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കലണ്ടർ എന്ന് പറഞ്ഞാൽ എല്ലാ മാസങ്ങളും എഴുതിയിട്ടുള്ള ഒരു കലണ്ടർ. അപ്പൊ അത് അമിത്ഷാജിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാം എന്ന് വിചാരിച്ച ഒരു കലണ്ടർ ഞാൻ കോർ കമ്മിറ്റി മീറ്റിംഗ് നടക്കുമ്പോൾ അടുത്തു കൊണ്ടുപോയി കാണിച്ചു. അപ്പൊ പറഞ്ഞു, ഇതിനിപ്പോ സമയം വരും എന്ന് പറഞ്ഞു ഈ കലണ്ടറിന്. അപ്പോ സംസ്ഥാന പ്രസിഡന്റിന്റെ മുറിയിൽ ഇരുന്നോളാൻ പറഞ്ഞു, ഒറ്റയ്ക്ക്. അത് കഴിഞ്ഞ് അപ്പൊ 2ാമത് എന്നെ വിളിച്ചപ്പോ പറഞ്ഞു, ഈ കലണ്ടർ പാലക്കാട് ആവശ്യം വരും എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. ഇപ്പൊ കലണ്ടറൊക്കെ പെട്ടിയിൽ കൊണ്ടുവന്നുണ്ട്. അപ്പൊ കലണ്ടറിൽ ഞാനും അമിത്ഷാജിയും ഞാനും മോദിജിയും അങ്ങനെയുള്ള ആളുകളൊക്കെ നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് ആ കലണ്ടറിൽ നമ്മൾ പ്രിന്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഇവിടെ ഇരിക്കുന്നവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, എത്ര കാലമായില്ലേ നമ്മളൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്? എന്നേക്കാൾ മുതിർന്ന ആളുകൾ ഈ ഹാളിൽ ഇരിക്കുന്നുണ്ട്. 20 കൊല്ലവും 30 കൊല്ലവും 40 കൊല്ലവും ഒക്കെ. ഞങ്ങൾക്ക് എത്ര വോട്ട് കിട്ടുന്നു എന്നുള്ളത് ഞങ്ങളുടെ പ്രശ്നമല്ല. പക്ഷെ ഞങ്ങളുടെ ഹൃദയം എന്ന് പറയുന്നത് BJP ആണ്, RSS ആണ്. ഞങ്ങൾ പണ്ട് ജനസംഘമായിരുന്നു, ഇപ്പോ ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്ന് പറഞ്ഞ് നേതാവ് ആരായാലും പ്രശ്നമല്ല, അല്ലെ? കൊടി പിടിക്കുന്ന ആളുടെ മുഖം പ്രശ്നമില്ല. ഏത് പഞ്ചായത്ത് പ്രസിഡന്റ്, മണ്ഡലം പ്രസിഡന്റ്, സ്റ്റേറ്റ് പ്രസിഡന്റ് മാറി മാറി വന്നാലും കരുത്തരായിട്ടുള്ള പൂർവികരായിട്ടുള്ള നമ്മുടെ ആളുകളും അവരെ സ്നേഹിച്ച നമ്മുടെ ഓരോരുത്തരുടെയും മുന്നിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും മുന്നിലുള്ളത് സ്ഥാനാർത്ഥിയല്ല, ചിഹ്നമാണ്, താമരയാണ്. അപ്പൊ ആ താമരയെ ഇത്ര കണ്ട് സ്നേഹിച്ചുകൊണ്ട് താമര ഒന്ന് ജയിച്ചു കാണണം, അല്ലെ? നമുക്ക് MLA-മാരുണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ നടക്കുന്ന സമയത്താണ് നമുക്ക് കേരളത്തിലെ ജനങ്ങൾ കാണിച്ചു തന്നു, കേരളത്തിൽ താമരയിൽ വോട്ട് ചെയ്യാൻ ജനം തയ്യാറാണ് എന്നതിന്റെ ആദ്യത്തെ സൂചന നമുക്ക് കിട്ടിയത് എവിടെയാണ്? തൃശൂർ ജില്ലയിൽ 75,000 വോട്ടിന് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമാൻ സുരേഷ് ഗോപി അവിടെ നിന്ന് പാർലമെന്റിലേക്ക് ജയിച്ചു. 28% വോട്ട് തൃശൂർ ജില്ലയിൽ അദ്ദേഹത്തിന് കിട്ടി. KC വേണുഗോപാലന്റെ ബൂത്ത് 1ാം സ്ഥാനം താമര, സുധാകരൻ സാറിന്റെ ബൂത്ത് 1ാം സ്ഥാനം താമര. പുന്നപ്ര, വയലാർ, അത് അവരുടെ ആത്മാഭിമാനത്തിന്റെ കൊടുമുടിയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പഴയകാല നേതാക്കന്മാരെല്ലാം തന്നെ കടന്നു വന്നിട്ടുള്ള ഒരു സ്ഥലം. അവിടെ പുന്നപ്ര വടക്ക്, പുന്നപ്ര തെക്ക് 2 പഞ്ചായത്ത്. ഒരു പഞ്ചായത്തിനെ തന്നെ 2ആയി ഭാഗിച്ചിട്ട് സംഘടനാ സംവിധാനത്തിൽ വിളിക്കുന്നത് പുന്നപ്ര വടക്ക്, പുന്നപ്ര തെക്ക് എന്നാണ്. നാട്ടുകാരും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. ആ പുന്നപ്ര വടക്കും തെക്കും പെട്ടി പൊളിച്ചപ്പോ 1ാം സ്ഥാനം ഭാരതീയ ജനതാ പാർട്ടി. വയനാട് വിപ്ലവ ഭൂമി, അവിടെയും 1ാം സ്ഥാനം BJP. അപ്പോ തെരഞ്ഞെടുപ്പിന് ശേഷം പത്രക്കാര് പറഞ്ഞു, ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒഴുക്കാനുണ്ടായത് എന്ന് പറയുണ്ടായി. പക്ഷെ ഞാൻ അവിടെ പരിശോധിച്ചപ്പോൾ കോൺഗ്രസ് മാത്രം ഉള്ള ഒരു പഞ്ചായത്ത്, ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സുകാർ അവിടെ. ആ പഞ്ചായത്തിലൂടെ സ്ഥാനാർത്ഥിയുടെ വാഹനം ഒരു തവണ മിന്നിപ്പോയിട്ടുള്ളൂ. കാരണം പാർലമെന്റിൽ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ പണിയില്ല. 7 അസംബ്ലി മണ്ഡലങ്ങളാണ്. ആ 7 അസംബ്ലി മണ്ഡലങ്ങൾ ചേർന്നതാണ് ഒരു പാർലമെന്റ്. അപ്പൊ പാർലമെന്റില് ആലപ്പുഴ മത്സരിക്കുമെന്നൊന്നും എനിക്കറിയില്ല. എന്നെ പാർട്ടി തീരുമാനിച്ചു. ഞാൻ 1 മാസം മുമ്പ് ആലപ്പുഴയ്ക്ക് പോവുകയാണ് ചെയ്തത്.
അപ്പൊ പല സ്ഥലത്തും ആളുകൾ ദേഷ്യപ്പെട്ടു. കാരണം കാണാൻ കിട്ടാതെ, അവർക്ക് ഷാളിടാൻ പറ്റാതെ, അവരെന്റെ കൂടെ ഇരുന്നിട്ട് ചായ കുടിക്കാൻ പറ്റാതെ, സെൽഫി എടുക്കാൻ പറ്റാതെ വേദനിച്ച ആൾക്കാർ. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു, 10 മണിക്ക് സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടി അവസാനിക്കും. 10 മണി കഴിഞ്ഞാൽ അർദ്ധരാത്രി 2 മണി വരെയും ഞാൻ റോഡിലുണ്ടാവും. എന്നെ കാത്ത് 4 ആളോ 10 ആളോ നിന്നാൽ ഞാൻ അവിടെ വരും, നിങ്ങളുടെ കൂടെ നിൽക്കും, ഫോട്ടോ എടുക്കും. അർദ്ധരാത്രി 12 മണിക്ക് പല ദിവസങ്ങളിലും ഞാൻ ലൈവ് ചെയ്തു. എന്താണ്, ഞാൻ അവിടെ പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് കേരളത്തിലെ മുഴുവൻ ആളുകളെയും കാണിക്കാൻ വേണ്ടി പറഞ്ഞു. ഇപ്പൊ സമയം 12:30. അല്ലെങ്കിൽ നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാർ അതിനിടയിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി, ഒരു കാരണമില്ലാതെ. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നു 1 മണിക്ക്. ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ നമ്മൾ ചെല്ലുമ്പോ ഭാരതീയ ജനതാ പാർട്ടിക്ക് ബൂത്ത് കമ്മിറ്റി ഇല്ലാത്ത കോൺഗ്രസുകാർ കൂടുതലുള്ള കണ്ടല്ലൂർ പഞ്ചായത്ത് വെട്ടിപ്പൊളിച്ചപ്പോ 1ാം സ്ഥാനം BJP. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോ 4 പഞ്ചായത്ത് തിരുവനന്തപുരത്ത് കിട്ടിയപ്പോ ആലപ്പുഴയില് എനിക്ക് പറഞ്ഞത് അവിടെ കിഴക്കി മറിക്കണം, പണിയെടുക്കണമെന്നാ പറഞ്ഞത്. ഞാനും എന്റെ താഴെത്തട്ടിലുള്ള പ്രവർത്തകന്മാരും ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി. 8 പഞ്ചായത്ത്, കേരളത്തിലെ നമ്പർ 1 നമ്മൾ പിടിച്ചു. 8 പഞ്ചായത്തിലെ ഭരണം. 8 പഞ്ചായത്തിലെ ഭരണത്തിലെ അരൂർ മണ്ഡലത്തിലെ പള്ളിപ്പാട് കംപ്ലീറ്റ് ജയിച്ചത് 90% സ്ത്രീകളാണ്. ഞാനിത് സൂചിപ്പിച്ചത് എന്തിനാന്ന് വെച്ചാൽ, ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉരുക്കുകോട്ടകളിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ അധികാരത്തിലെത്തിക്കാൻ അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിച്ചു. അവരുടെ വോട്ട് താമരയിലേക്ക് വന്നു. 29% വോട്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നമുക്ക് കിട്ടി.